ഗൈസ്, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഗിവ് അവേ അലേർട്ടുമായിട്ടാണ്. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് മൈക്കാണ് കയ്യിൽ വെച്ചിരിക്കുന്നത്. അല്ല, ഇത് ട്രൈപോഡാണ്. അപ്പം ഇതാണ് എൻ്റെ ഗിവ് അവേ തരാൻ ഉദ്ദേശിച്ച സാധനം. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്താ യൂട്യൂബ് എല്ലാം കെട്ടിക്കൂട്ടി പോകണമെന്ന്. അങ്ങനെ വിചാരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ അല്ലെങ്കിൽ തന്നെ ഏത് വീഡിയോയിലാണ് ഇത് വെച്ചിട്ടൊരു വീഡിയോ ഇട്ടിട്ടുള്ളത്. ഒരു വീഡിയോ പോലും ട്രൈപോഡ് യൂസ് ചെയ്തിട്ട് ഇട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇത് ഞാനൊരു ട്രിപ്പ് പോയപ്പോൾ വാങ്ങിയതാണ്. അവിടെ എനിക്ക് വീഡിയോ എടുത്ത് തരാൻ ആരും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ഇത് കുത്തി വെച്ചിട്ട് ഒരു സ്വന്തം വീഡിയോ എടുക്കാറ് എന്നാണ് ഞാൻ വിചാരിച്ചത്. കുറച്ച് വീഡിയോസെല്ലാം ഞാൻ വെച്ചെടുത്തായിരുന്നു. അപ്പം പിന്നെ എൻ്റെ ഒരു ബർത്ത്ഡേ വന്നപ്പം എൻ്റെ ഒരു കസിൻ അപ്പോഴോട് അറിയാതെ എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന്. അപ്പോൾ അവൻ വിചാരിച്ചു ഞാൻ അവൻ്റെ യൂട്യൂബ് ചാനൽ കാണാത്തത് കൊണ്ട് അവൻ എനിക്ക് വേറൊരു ട്രൈപോഡ് ഗിഫ്റ്റായിട്ട് തന്നു. അത് ഞാനിവിടെ കാണിച്ചു തരാം. അപ്പം ഒരാൾ ഗിഫ്റ്റ് തന്ന സാധനം വേറൊരാൾക്ക് കൊടുക്കുന്നത് ശരിയല്ല. അപ്പം ഞാൻ വിചാരിച്ചു എനിക്കെന്തായാലും 2 ട്രൈപോഡിൻ്റെ ആവശ്യമില്ലല്ലോ. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിലും ആരും ഈ യൂട്യൂബിലൊന്നും ഇല്ല, ആർക്കും എൻ്റെ അത്ര കഴിവൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇത് പിന്നെ ആർക്കും അങ്ങനെ കൊടുക്കാനൊന്നും പറ്റില്ല. അപ്പം നിങ്ങളിൽ ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടുമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാനിത് നിങ്ങൾക്ക് ഗിവ് അവേ ആയിട്ട് തരുന്നതായിരിക്കും. ഷിപ്പിംഗ് ചാർജ് ഒന്നും എനിക്ക് തരേണ്ട ആവശ്യമില്ല, ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരും. ഓക്കെ, എന്തായാലും എനിക്ക് കിട്ടും. കാരണം എനിക്ക് ആകെ 10 സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പം അധികം ആരും കമൻറ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല. ചിലപ്പോൾ നിങ്ങളൊരു കമൻറ്റ് ഇട്ടാൽ നിങ്ങൾക്ക് തന്നെയായിരിക്കും ഇത് കിട്ടുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ അതാണ് എൻ്റെ ഗിവ് അവേ അലേർട്ട്. പിന്നെ ഈ സാധനത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഇതിങ്ങനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. എത്ര വേണമെങ്കിലും എന്നിട്ട് തടിച്ച ഫോണിൽ അതിൻ്റെ ഉള്ളിൽ വരും. എൻ്റെ ഫോൺ അത്യാവശ്യം നല്ല തടിയുള്ള ഫോൺ, അത് വരും. പിന്നെ അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് കുറച്ച് അധികം ഹൈറ്റൊന്നും വരില്ല. മാക്സിമം ഇത്രയാണ് ഇതിൻ്റെ ഒരു ഹൈറ്റ് വരുന്നത്. ഇത്ര എന്നാൽ നമുക്ക് അത്യാവശ്യം നല്ല വീഡിയോസ് എല്ലാം എടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ നമുക്ക് ലൂസ് ചെയ്യാനും ടൈറ്റ് ചെയ്യാനൊക്കെ പറ്റും. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിവിടെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടും ഏത് ആംഗിളിലാണ് നമുക്ക് ഫോൺ വെക്കേണ്ടതെന്ന് വെച്ചാൽ എന്നാലും കുറ്റം പറയുന്നത് മൂക്ക് ചൊടിക്കുന്നു, അങ്ങനെ ചെയ്യാൻ പറ്റും. അയ്യോ, എന്ത് സാധനം വീണ് പോയി. അത് ഞാൻ റെഡി തരാം. ഞാൻ കൂടുതൽ തിരിച്ചുകൊണ്ട് അതിൻ്റെ സ്ക്രൂകളൊക്കെ പറയാം. പക്ഷെ ഇത് കംപ്ലൈൻ്റ് ഒന്നും ഇല്ല കേട്ടോ. പിന്നെ ഇവിടെ നമുക്കൊരു ബ്ലൂടൂത്തിൻ്റെ സാധനം വരുന്നുണ്ട്. കൂടുതൽ എനിക്ക് ഞാൻ നശിപ്പിക്കുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് യൂസ് ചെയ്ത് പഴകിയതുകൊണ്ടാണ് വരുന്നത്. പക്ഷേ നിങ്ങളുടെ യൂട്യൂബ് ചാനലൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും ഞാൻ അത് യൂസ് ചെയ്തിട്ടൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ എനിക്കൊരു ഗിവ് അവേ ആയിട്ട് തരാമെന്ന് വിചാരിച്ചത്. പിന്നെ ഇനിയിപ്പോൾ അഥവാ കുറേ കമൻറ്റ്സ് വരികയാണെങ്കിൽ, അതായത് ഒരു 10 കമൻറ്റ്സ് ഒക്കെ വരികയാണെന്ന് വെച്ചെങ്കിൽ എനിക്ക് പിന്നെ അതൊന്ന് ചൂസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കമൻറ്റ് പിക്കറൊന്നും ഞാൻ യൂസ് ചെയ്യില്ല. കാര്യം കമൻറ്റ് പിക്കർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കമൻറ്റ് പിക്കറിന് തന്നെ അതൊരു നാണക്കേടായിരിക്കും. അതുകൊണ്ട് ഞാൻ കമൻറ്റ് പിക്കർ യൂസ് ചെയ്യുന്നില്ല. ഞാനപ്പോൾ നോക്കുക എന്താണെന്ന് വെച്ചാൽ ആരാണ് ഏറ്റവും ഫസ്റ്റ് കമൻറ്റ് ചെയ്തതെന്നായിരിക്കും നോക്കുക. കാര്യം ഞാൻ ഒരൊറ്റ പ്രൊഡക്റ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഒരൊറ്റ വിന്നറിനെ ആയിരിക്കും സെലക്ട് ചെയ്യുന്നുണ്ടാവുക. സോ അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾ എപ്പോഴാണ് എൻ്റെ വീഡിയോ കാണുന്നത് അപ്പം അങ്ങ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് ഇരിക്കാം. ബൈ.